മുൻ കളക്ടറും PRD ഡയറക്ടറുമായിരുന്ന M. നന്ദകുമാർ സാർ അന്തരിച്ചിരിക്കുകയാണ്. അദ്ദേഹം തലച്ചോറിലുള്ള ഒരു ശസ്ത്രക്രിയ, അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചികിത്സയിലിരിക്കവെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം ജവഹർ നഗറിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിന്റെ പ്രദർശനം, അദ്ദേഹത്തെ അവസാനമായ ഒരു നോക്ക് കാണാൻ ഒരുപാട് പേർ വരുന്നുണ്ട്. ഒരു ചികിത്സാ പിഴവ് ഈ ഒരു സമയത്ത് നേരത്തെ ഉന്നയിക്കപ്പെട്ടിരുന്നു. അതായത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ തലച്ചോറുമായി ബന്ധപ്പെട്ടൊരു ചികിത്സ നടത്തുന്നു, അതിൽ പിഴവ് സംഭവിച്ച് അദ്ദേഹം കോമ സ്റ്റേജിലാകുന്നു. മാത്രമല്ല പിന്നീട് മറ്റൊരു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ചികിത്സാ പിഴവ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളൊക്കെ ശക്തമായി നിൽക്കുകയാണ്. എന്തായാലും ആ ഒരു വിഷയമൊക്കെ നിൽക്കവെയാണ്, ചികിത്സയിലിരിക്കവെയാണ് അദ്ദേഹത്തിന് അന്ത്യവാർത്ത അത് സകലരെയും, അദ്ദേഹത്തിന്റെ ഉറ്റവരെയും അതുപോലെ തന്നെ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ചവരെയും ഒക്കെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് അവസാനമായിട്ടൊരു നോക്ക് കാണാൻ ഇവിടെ ഒരുപാട് പേർ എത്തുന്നുണ്ട്. തീർച്ചയായിട്ടും മന്ത്രിമാരടക്കമുള്ളവർ എത്തുന്നുണ്ട്. എനിക്ക് ശ്രീ നന്ദകുമാറുമായിട്ടുള്ള ബന്ധം വളരെ വ്യക്തിപരമാണ്. അദ്ദേഹം ഒരു ജില്ലാ കളക്ടർ ആയപ്പോൾ പോലും എന്നോട് ഒരു ഗുരുവിൻ്റെ ആദരവും സ്നേഹവും എപ്പോഴും കാട്ടിയ എൻ്റെ ഒരു പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായ ബന്ധം ധാരാളമായിട്ടുണ്ട്. മനുഷ്യബന്ധങ്ങൾ വളരെ പാവനമായി സൂക്ഷിക്കുകയും ലളിതമായി ജീവിക്കുകയും നല്ല ഉദാത്തമായ മൂല്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്ത ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. കഠിനാധ്വാനിയായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റ് മേഖലകളിൽ, അതായത് പാമിസ്ട്രി, ന്യൂമറോളജി തുടങ്ങിയ മേഖലകളിലൊക്കെ അദ്ദേഹം സ്വയം അഭ്യസിച്ച് പ്രാഗൽഭ്യം നേടിയ അസാമാന്യമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. നല്ല ഒരു ഭരണകർത്താവായിരുന്നു. തിരുവനന്തപുരം ജില്ലാ കളക്ടർ എന്ന സ്ഥാനത്ത് അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ബന്ധം തന്നെ വളരെ വലുതാണ്. തിരുവനന്തപുരത്തെ സമുദായങ്ങളുമായി, സമൂഹങ്ങളുമായി ഒക്കെ നിരന്തരമായി സമ്പർക്കം പുലർത്തുന്ന ഒരു നല്ല ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. മനുഷ്യസ്നേഹിയായിരുന്നു, സത്യസന്ധനായിരുന്നു, മൂല്യങ്ങളുള്ള ഒരാളായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗുരുക്കളെ ആദരിക്കുന്നതിൽ അദ്ദേഹം എപ്പോഴും മുൻപന്തിയിലായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചതായിട്ടുള്ള മോഡൽ സ്കൂളിലും ആർട്സ് കോളേജിലും യൂണിവേഴ്സിറ്റി കോളേജിലുമുള്ള അദ്ദേഹത്തിൻ്റെ സഹപാഠികളുമായിട്ടുള്ള കൂട്ടായ്മയൊക്കെ ഇപ്പോഴും സജീവമായി നിൽക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു വ്യക്തിപരമായ ദുഃഖം കൂടെ ഇദ്ദേഹത്തിൻ്റെ വേർപാടിലുണ്ട്. അസാധാരണമായ രീതിയിലുള്ള ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. അതിലൊക്കെ എല്ലാവരും വേദനിക്കുന്നു. ആ കുടുംബത്തോടുള്ള അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നു. അവരുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്തായാലും തിരുവനന്തപുരത്തിനും പ്രത്യേകിച്ച് അദ്ദേഹം ബന്ധപ്പെട്ടിരിക്കുന്ന സമൂഹത്തിനും അദ്ദേഹത്തിൻ്റെ മരണം ഒരു തീരാ നഷ്ടമാണ്, നികത്താനാവാത്ത വിടവാണ്. നല്ല ഒരു ഉദ്യോഗസ്ഥനെ നഷ്ടപ്പെട്ടു, നല്ലൊരു മനുഷ്യസ്നേഹിയെ നഷ്ടപ്പെട്ടു, മൂല്യങ്ങളുള്ളതായിട്ടുള്ള ഒരു വലിയ മനുഷ്യനെ നഷ്ടപ്പെട്ടു എന്നാണ് ഈ സമയത്ത് പറയാനായിട്ടുള്ളത്. സാർ, ഇവിടെ ഒരു ചികിത്സാ പിഴവ് സംഭവിച്ചു എന്നൊരു ആരോപണം ശക്തമാണ്. അപ്പോൾ അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും അതൊരു ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അത് സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. അതിൻ്റെ അന്വേഷണം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ബന്ധപ്പെട്ട ഒരു ഡോക്ടറുടെ പേരിൽ ഇപ്പോൾ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമുക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തതായിട്ടുള്ള ഒരു വലിയ വീഴ്ചയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അസാധാരണമായ ഒരു മരണമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളെ മാതൃകാപരമായി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കഠിനമായി ശിക്ഷിക്കണം. ഇത് മറ്റൊരാൾക്കും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആത്മാർത്ഥമായി ഉണ്ടാകണമെന്നുള്ളത് പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ്. ഇതുപോലെയുള്ള പല പരാതികളും പലയിടത്തു നിന്നും വരുന്നുണ്ട്. പ്രത്യേകിച്ച് സ്വകാര്യ ആശുപത്രികളൊക്കെ പണം പിടുങ്ങുന്നതിനുള്ള ഒരു സംവിധാനമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് അവർ ഒരു തരത്തിലും ധാർമ്മികമായി സദാചാര ബോധത്തോടുകൂടി അല്ല പ്രവർത്തിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന ആശുപത്രികളുടെ ഉത്തരവാദപ്പെട്ട മാനേജ്മെൻറ്റുകളെയും പറയുന്ന ന്യായമായ രീതിയിൽ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷാ നടപടികൾ മാതൃകാപരമായി എടുക്കണമെന്ന് തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ മരണം തന്നെ പുതിയ പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അതിന് ഉത്തരം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കുമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. നന്ദകുമാർ സാറിന്റെ സുഹൃത്തായിരുന്നു. കൂടെ വർക്ക് ചെയ്തതാണ്. ഞാൻ റിട്ടയർ ചെയ്തിട്ട് 98-ലാണ് റിട്ടയർ ചെയ്തത്. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ തഹസീൽദാരായിരുന്നു, അദ്ദേഹം ഡെപ്യൂട്ടി കളക്ടറായിരുന്നു, നെയ്യാറ്റിൻകരയായിരുന്നു ചാർജ്. അപ്പം കൂടെ വന്ന് വളരെ പരിചയമുണ്ട്.
നല്ലൊരു മനുഷ്യനാണ്. എന്തെങ്കിലും ഈ ഒരു അവസരത്തിൽ നിന്ന് ഓർമ്മകളുണ്ടോ അദ്ദേഹത്തെ കുറിച്ച്? ഒരു സുഹൃത്തായിരുന്നപ്പോൾ അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകനായിരുന്നപ്പോൾ? എല്ലാം വളരെ ജോളി ഇതായിരുന്നു. ഔദ്യോഗികമായിട്ട് വളരെ കോപ്പറേറ്റീവ് ഇല്ലായിരുന്നു, വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അദ്ദേഹം ഈ കോമ സ്റ്റേജിലേക്ക് അദ്ദേഹമായിരുന്നു ഒരു ചികിത്സയിലായിരുന്നു. ആ സമയത്തൊക്കെ കണ്ടിരുന്നോ അവസാനം? കണ്ടിരുന്നില്ല. അദ്ദേഹത്തിന് ഓർമ്മയില്ലായിരുന്നു, അറിഞ്ഞുകൊണ്ട് കണ്ടിരുന്നില്ല. നമ്മുടെ ഡെപ്യൂട്ടി കളക്ടറായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് കളക്ടറേറ്റില്. എല്ലാവരുമായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. പിന്നെ ആത്മീയ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പറയും, ഏത് കാര്യവും. ഒരുപാട് മേഖലകളിൽ തിളങ്ങിയ വ്യക്തിയാണ്. തന്നെ അദ്ദേഹം ആത്മീയമായിട്ടുള്ളതിലുണ്ട്, പിന്നെ അമ്പലങ്ങളിലുള്ളതിലുണ്ട്, പിന്നെ ഏത് കാര്യത്തിനായിരുന്നാലും ഏത് സബ്ജക്റ്റും അദ്ദേഹം ഉടനെ നാളെ ഒരു പ്രസംഗത്തിന് വിളിച്ചാലും എന്ത് സബ്ജക്റ്റ് എന്നതാണ്, ശരി ഞാൻ വന്നേക്കാം, കംപ്ലീറ്റ് അതിനെപ്പറ്റി പറയും. അല്ലേ? ഈ പ്രവർത്തന മേഖലയിൽ അദ്ദേഹത്തിന്റെ മികവൊക്കെ എന്തെങ്കിലും ഓർമ്മകൾ അങ്ങനെ ഉണ്ടോ? ഇപ്പം നമ്മുടെ അവിടെ ഒരു ഇതുണ്ടായിരുന്നു, സേവാ സമിതി നമ്മുടെ ഒരു ഇതുണ്ടായിരുന്നു. അവിടുത്തെ ചെയർമാൻ. അവിടെ ഇപ്പോൾ 1500 ബുക്ക് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. പിന്നെ എല്ലാ മാസവും അവിടെ പരിപാടിക്ക് വരും, പ്രഭാഷണങ്ങൾ നടത്തും, എല്ലാം ചെയ്യും. ഒരിക്കലും അങ്ങനെയൊക്കെ ഒരു വെറുപ്പ് തോന്നില്ല നമ്മൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ. നല്ല സംഭാഷണമാണ്. ആത്മീയ കാര്യത്തിലാണ് അദ്ദേഹം എടുക്കാൻ. പിന്നെ കൈ നോക്കിയിട്ട് ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജാതകം മുഴുവനും പറഞ്ഞു തരും. അത്ര ഇതാണ്. എൻ്റെ മോൻ്റെയൊക്കെ ജാതകം പറഞ്ഞ് നിങ്ങളുടെ മോൻ അമേരിക്കയിൽ പോകുമെന്ന് പറഞ്ഞു. നമ്മൾ വിശ്വസിച്ചില്ല. പക്ഷെ അതേസമയം അവൻ 3 കൊല്ലം കഴിയുമ്പോൾ അമേരിക്കയിൽ പോയി. അപ്പൊ ഈ വിയോഗ വാർത്ത കേട്ടപ്പോ പെട്ടെന്നൊരു ഷോക്കായിരുന്നു. ഒരു 1.5 മാസം മുമ്പ് ഞാൻ 2-3 മാസം മുമ്പ് ഞാൻ കണ്ടതാണ് അദ്ദേഹത്തിന്. ഞങ്ങളുടെ ഒരു കുടുംബ കോവിലിലെ ഒരു പ്രഭാഷണം നടത്താൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ ഞാൻ കണ്ടതാണ്. എപ്പോഴും കണ്ടാലും പേര് ഓർമ്മ വരും. പപ്പനുള്ള സുഖം തന്നെ എന്ന് ചോദിക്കും. അങ്ങനത്തെ ഒരു സ്നേഹങ്ങളാണ്. പിന്നെ കുടുംബമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. ബന്ധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താലൂക്ക് ഓഫീസിലുണ്ടായിരുന്നപ്പോഴത്തേക്ക് അവിടുത്തെ ക്വാർട്ടേഴ്സിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അപ്പം അങ്ങനെ തിരുവനന്തപുരം താലൂക്കിൻ്റെ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട് അവിടെ കോട്ടയ്ക്കകത്ത്. അവിടെ വെച്ച് നമുക്ക് പരിചയമുണ്ട്, വൈഫിനെ എല്ലാവരെയും. ട്രിവാൻഡ്രം കളക്ടറേറ്റ് അദ്ദേഹം സേവനം അനുസരിച്ചു. കളക്ടറേറ്റിലല്ലാതെ തന്നെ ഡെപ്യൂട്ടി കളക്ടർ തസ്തികയിലും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. സൗമ്യനായ മനുഷ്യനാണ്, എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു മനുഷ്യൻ. പ്രയാസമുണ്ട് പോയത്. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു ചികിത്സാ പിഴവൊക്കെ സംഭവിച്ചു എന്നൊരു സംഭവം അല്ലേ? അത് ട്രാജഡി പോലെ ആയിപ്പോയി സംഭവം. അങ്ങനത്തെ ഒരു പിഴവ് ഇനി ആർക്കും സംഭവിക്കാൻ പാടില്ല, ആർക്കും വരാൻ പാടില്ല. അപ്പോ അവർക്കെതിരെയുള്ള പോരാട്ടമൊക്കെ ശക്തമാക്കണം അല്ലേ? അത് കർശനമായി സർക്കാർ ഗവൺമെന്റ് നടപടി സ്വീകരിക്കണമെന്നാണ് ഇവിടെ അഭിപ്രായം. ജേർണലിസം കഴിഞ്ഞിട്ട് അദ്ദേഹം നേരെ വരുന്ന BDO ആയിട്ട് സെലക്ഷൻ കിട്ടുമായിരുന്നു. BDOയിൽ 3ാമത്തെ റാങ്കാണ് കിട്ടുന്നത് സ്റ്റേറ്റിൽ. ആ റാങ്കിൽ BDO ആയിട്ട് വന്നതിന് ശേഷം അവിടെ നിന്ന് ഈ റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഡെപ്യൂട്ടി കളക്ടർ ഡയറക്റ്റ് സെലക്ഷൻ കിട്ടുന്നു. ഡെപ്യൂട്ടി കളക്ടറായിട്ട് പിന്നെ ADM ആവുന്നു, കളക്ടറാകുന്നു, അങ്ങനെ പോകുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ജീവനക്കാരുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകുന്ന ഒരു നല്ല ഒരു പെരുമാറ്റമായിട്ടുണ്ടായിരുന്നു. ആൾക്കാരുമായിട്ട് പബ്ലിക്സുമായിട്ട് നല്ല കോണ്ടാക്ട് ഉണ്ടായിരുന്നു. പിന്നെ അതാണല്ലോ ഈ ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ഒരു കാരണം കൊണ്ടായിരിക്കാം. പക്ഷെ ഏത് കാര്യത്തിനും സ്റ്റഡി ചെയ്ത് കാര്യങ്ങൾ പറയുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. പിന്നെ ആത്മീയമായിട്ട്, പിന്നെ ബാക്കി സാഹിത്യപരമായിട്ട് എല്ലാത്തിലും നല്ല സ്ഫുടമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനൊരു വ്യക്തിത്വമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ആ കാലത്തിൽ നമുക്ക് പൊരിഞ്ഞു പോയി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് ഇനി കേസ് എന്ന് പറയുന്നുള്ള എന്താണെന്ന് അറിയില്ല. ഈ SP ഇവിടെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്ന പറ്റിയ പെശകൻ എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. പക്ഷെ നമുക്ക് ഏതായാലും ഒരു നല്ലൊരു സുഹൃത്തിനെ നഷ്ടപ്പെട്ടു, നല്ലൊരു ഓഫീസറെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഈ ചികിത്സാ പിഴവ് അത് ഇനി അങ്ങനെ ആവർത്തിക്കരുത് എന്ന് അല്ലെ? ഇങ്ങനത്തെ ഒരു ചികിത്സാ പിഴവ് അത് ആരുടെ ഭാഗത്തു നിന്ന് ആർക്കും എവിടെ നിന്ന് കിട്ടിയാൽ തോലും ഈ രീതിയിലുള്ള ഒരു ചികിത്സാ സമ്പ്രദായം തികച്ചും നമ്മൾ അപലപിക്കേണ്ട കാര്യങ്ങളാണ്. അവരെ ആ രീതിയിൽ ഏത് ആശുപത്രിയും വെറും പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതല്ല, പൈസയ്ക്ക് വേണ്ടി അല്ല. ഈ ട്രീറ്റ്മെന്റിന്റെ അതിന്റെ ആ
ഉദ്ദേശശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു ഈ സംഭവിച്ചതൊക്കെ. മേലിൽ അത് ആവർത്തിക്കാതിരിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമാണ്.